എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടാവണം. എൻ്റെ മക്കൾക്ക് സിനിമയിൽ ഒരു റോള് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫോം ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ള 2 ദുആ വസിയത്തുകൾ ഈയിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അതുപോലെ ഒരു ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബ് തൗഫീക്ക് തന്നിട്ട് ഭാഗ്യം തന്നിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ കാണാൻ പറ്റിയത് എന്ന് പറഞ്ഞ് റിവ്യൂ പറയുന്നതും നമ്മളൊക്കെ കണ്ടിരുന്നു. ഇവിടെയൊക്കെ ഹറാമിനെ ഒരു അള്ളാഹ് എന്ന് പറയുന്ന സൃഷ്ടാവിലേക്ക് ചേർത്ത് പറയുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധമാണ് ദുആ എന്ന് പഠിപ്പിച്ച അത്ര വലിയ ഒരു ആയുധത്തിലേക്ക് ചേർത്ത് പറയുകയാണ്. അള്ളാഹുവിനെ ട്രോളുകയാണെങ്കിൽ, ദുആഇനെ ട്രോളുകയാണെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം. പക്ഷേ ഇവർ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും അത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത ദേഷ്യമുള്ള കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖൻ ബിഖൽബിഹി ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖൻ ബിഖൽബിഹി, ഹൃദയം കൊണ്ട് മനസ്സറിഞ്ഞ് കാര്യം മനസ്സിലാക്കി വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ചെല്ലിയാൽ സ്വർഗപ്രവേശം ഉറപ്പാണ്. അപ്പോൾ സിദ്ഖൻ ബിഖൽബിഹി അല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ. ഏറ്റവും വലിയ ദിക്റിന് തന്നെ അങ്ങനെയുണ്ടെങ്കിൽ മറ്റുള്ള ദിക്റുകൾക്കൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ മാഷാ അള്ളയുടെ സിദ്ഖൻ ബിഖൽബിഹി അല്ലാത്ത മറ്റൊരു വേർഷനാണ് ഹറാമിലേക്ക് ചേർത്ത് പറയുക. പടച്ചോൻ്റെ പേര്, അള്ളാൻ്റെ പേര്, അസ്മാഉൽ ഹുസ്ന, എന്തിനും ഫലമുള്ള അത്ര വലിയ ഒരു സംഭവത്തെ ഹറാമിലേക്ക് ചേർത്ത് പറയുക, തെറ്റായ കാര്യങ്ങളിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് വിശ്വാസികൾ സൂക്ഷിക്കണം. അതിന് താഴെ കമൻറ്റുകളിൽ മാഷാ അള്ളാഹ്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേര് അവിടെയും വരുന്നത് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബിൻ്റെ പേര് കൊണ്ട് കളിക്കരുത്, അത് തീക്കളിയാണ് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മൾ തമാശയായിട്ടായിരിക്കും പടച്ചോനെ അല്ല തമാശക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ.